അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന ചിന്താഗതിയോടുകൂടി ഈ ബിസ്മി ചൊല്ലി പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയിലേക്ക് പ്രവേശിക്കുക. ആ ദുആ ചൊല്ലി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരിക. തീർച്ചയായിട്ടും 100% ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിത്തീരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാറ്റത്തിന് തയ്യാറാവുക. മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാറ്റത്തിന് തയ്യാറാവുക. കേവലം വെള്ളിയാഴ്ച ദിവസം മാത്രം കടന്നു വന്നിട്ട് ഇമാമിന്റെ ഖുത്ബയെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി അകത്തേക്ക് ഒന്ന് കയറിയിട്ട് സലാം വീട്ടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അരിപ്പുറം പള്ളിയിൽ നിന്ന് 5 നേരത്തെ ബാങ്കിന്റെ ധ്വനികൾ ഇങ്ങനെ ശബ്ദസുന്ദരത്തോടു കൂടി മുഴങ്ങുമ്പോ എന്താ വിളിയെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അരിപ്പുറത്തിന്റെ മിമ്പറിൽ നിന്നും മെഹ്റാബിൽ നിന്നും അല്ലെങ്കിൽ ബാങ്കിന്റെ ധ്വനികൾ മിനാരത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ അതാരാ വിളിക്കുന്നത്? അല്ലാഹുവാണ് വിളിക്കുന്നത്. എങ്ങോട്ടാണ് വിളിക്കുന്നത്? രക്ഷയുടെ മാർഗത്തിലേക്ക്, രക്ഷയുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്കാ വിളിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു രക്ഷയുടെ മാർഗത്തിലേക്കാണ് വിളിക്കുന്നത്. ളുഹർ നമസ്കാരത്തിന് വിളിക്കുമ്പോ അല്ലാഹു രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്നു. വന്ന് ളുഹർ നമസ്കരിച്ചിട്ട് നിങ്ങൾ കടന്നു പോകണേ, നാളെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകണ്ടേ. അസറിന് സമയമാകുമ്പോ വീണ്ടും വിളിക്കുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സമ്മേളിപ്പിച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അസറിന് പള്ളിയിലേക്കൊന്ന് കടന്നു പോകണേ. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ബാങ്കിന്റെ ധ്വനികൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും, എത്ര ശബ്ദ സൗന്ദര്യത്തിൽ വിളിച്ചു പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഭവനത്തിലേക്കും സ്വർഗത്തിലേക്കും എത്താൻ കഴിയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിക്കുമ്പോ, വിശുദ്ധമായ പള്ളികളിൽ നിന്നും ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് വിശുദ്ധമായ ബാങ്കിന്റെ ധ്വനികൾ വിളിക്കുന്നു. നിങ്ങൾ നമസ്കാരത്തിലേക്ക് കടന്നു വരണേ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് കടന്നു വരണേ, നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരണേ എന്ന് പറയുമ്പോ ഫുഖഹാക്കൾ 2 രീതിയിലുള്ള ഉത്തരമാണ് ഇതിന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ബാങ്ക് കേൾക്കുമ്പോ ബാങ്കിന്റെ ഉത്തരമായിട്ട് 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഫുഖഹാക്കൾ നമ്മോട് പഠിപ്പിച്ചത്. അതിലൊന്ന് ഫുഖഹാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നു, ബാങ്ക് മുഅദ്ദിൻ വിളിക്കുന്നത് പോലെ വിളിക്കുക എന്ന് പറഞ്ഞാല് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കൂടെ പറയുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അസ്സലാത്തു ഖൈറു മിനൻ നൗം പറയുമ്പോൾ സദഖത വബർതാൻ പറയുക, ഹയ്യ അലസ് സ്വലാത്ത് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം പറയുക. ഇങ്ങനെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് പോലെ എന്തൊക്കെയാണോ ബാങ്കുമായി പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ബാങ്കിന്റെ ജവാബ് നാം പറയുക, അത് 1ാമത്തെ ബാധ്യതയാണ്. ബാങ്ക് കേൾക്കുന്ന ആള് ബാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ എന്താണെങ്കിലും അല്ലാഹു തആല അതിലെ പറഞ്ഞത്, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ബാങ്ക് കേൾക്കുമ്പോൾ സർവ്വതും സ്റ്റോപ്പാണ്. ഖുർആൻ ഓതുന്നവർ നിർത്തണം, അതുപോലെ ദിക്റ് ചെല്ലുന്നവർ നിർത്തണം, സ്വലാത്ത് ചെല്ലുന്നവർ നിർത്തണം. എന്ന് വേണ്ട ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോ ബാങ്ക് കേൾക്കുന്ന മനുഷ്യൻ അതൊക്കെ നിർത്തണം. ബാങ്ക് കേൾക്കുമ്പോ നിർത്തണമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ബാങ്ക് കേൾക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യന് മോശമായ അന്ത്യം പ്രതീക്ഷിച്ചുകൊള്ളാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് കേൾക്കുമ്പോ ഇങ്ങനെ ചെറുപറാ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാങ്കിന്റെ ആദാബ് പറയാറില്ല, മനസ്സിലാക്കാറില്ല, ചിന്തിക്കാറില്ല, പ്രവർത്തിക്കാറില്ല. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.